അപ്പം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഏപ്രിൽ 1, പക്ഷെ ഞാൻ പറയാൻ പോകുന്നതൊന്നും ഏപ്രിൽ ഫൂളുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഈ ഏപ്രിൽ 1 കേൾക്കുക കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, നിരാശയാണ് ഇപ്പം ഫലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഒരു കാലഘട്ടത്തിൽ ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ ഭയങ്കര ആഘോഷമാണ്. രാത്രിയിലൊന്നും ഉറക്കമൊന്നും ഇല്ലാതെ അയലത്തുകാരുടെയും കടകളിലേക്ക് വേണ്ടി പോയി ഓരോരോ, ഇപ്പം ഓർക്കുമ്പം മഹാചെറ്റത്തരവാണ്, എന്നാലും ഭയങ്കര സന്തോഷമാണ്, ഒരു വൈബാണ്. ഏതെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചു നോക്കും. അവർ രാവിലെ വന്ന് കട തുറക്കുമ്പോഴൊക്കെ കണ്ടു ഞെട്ടാറുണ്ട്. പക്ഷെ ആരെയും ദ്രോഹിക്കുന്ന രീതിയിലല്ല, ചെറിയ ചെറിയ നിസാര പരിപാടികളായി. അതൊരു ഏപ്രിൽ 1 ഒരു പ്രത്യേകതയാണ്. പക്ഷെ കാലം പോയിരിക്കുന്നു. ഇപ്പം എല്ലാം ഇൻ്റർനെറ്റിലും മൊബൈലും ഒക്കെ ആയിട്ട് ഏപ്രിൽ 1 എന്ന് പറയുന്ന സാധനം കടന്നു പോകുന്നു. പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണം. മനുഷ്യജീവിതത്തിൻ്റെ ഈ നീറുന്ന നൊമ്പരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുസൃതികൾ ഉണ്ടായിരുന്നത് നല്ലതാണ്. പക്ഷേ അത് ആരോഗ്യപരമായിരിക്കണം എന്നുള്ളതും സത്യമാണ്. അപ്പോൾ ഏപ്രിൽ 1 എല്ലാവർക്കും ഏപ്രിൽ ഫൂൾ ആശംസകൾ. അങ്ങനെ വല്ലതും ഉണ്ടോ എനിക്കറിയില്ല. അപ്പം ഞാൻ ഇനിയും പറയാൻ പോകുന്നതൊന്നും ഏപ്രിൽ ഫൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, പക്ഷേ പറയുന്നതെല്ലാം സത്യമാണ്. അപ്പം ആദ്യത്തെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത്, വിമർശകർ, എമ്പുരാൻ്റെ വിമർശകരും ലാലേട്ടൻ്റെ വിമർശകരും ഒക്കെ സ്ഥിരമായിട്ട് പറയുന്ന കാരണമുണ്ട്. ഇപ്പം ഈ 3-4 ദിവസത്തെ കളക്ഷനൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു വർക്കിംഗ് ഡേയിൽ ഈ ചിത്രം എന്ത് നേടുന്നു എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം ബാക്കിയെല്ലാം എമ്പുരാൻ്റെ ഹൈപ്പ് കണ്ട് ആൾക്കാർ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കുക. ഈ ചിത്രം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് വലിയ ലെവലൊന്നും അല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. ഹൈപ്പ് അറിയണമെങ്കിൽ ചൊവ്വാഴ്ച മുതലുള്ള കളക്ഷൻ നോക്കണം. പക്ഷേ അവരെ നിരാശപ്പെടുത്തേണ്ട വാർത്തകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സന്തോഷിക്കാം, നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചായത്. മലയാള സിനിമയുടെ ചരിത്രം കാണാത്ത ഹൈപ്പ് തന്നെയാണ് ഒരു വർക്കിംഗ് ഡേയിലും എമ്പുരാൻ നേടുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഇന്നലെ എത്ര കോടി രൂപ കളക്ട് ചെയ്തു എന്നറിയാൻ താല്പര്യമില്ലേ? എന്നാൽ കേട്ടു, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ചിത്രം അടുപ്പിച്ച് 3 പ്രാവശ്യം 10 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 കോടി കടന്ന 3 ചിത്രങ്ങൾ, 4 ചിത്രങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 എമ്പുരാൻ 15 കോടി, 2 ലിയോ 12 കോടി, 3 എമ്പുരാൻ വീണ്ടും 10 കോടിക്ക് മുകളിൽ 11 കോടി 1 ലക്ഷം, വീണ്ടും എമ്പുരാൻ 10 കോടി 57. ചിത്രത്തിലേ ആരുമില്ല, വിജയ് ഒഴിച്ച് ചിത്രത്തിലേ ആരുമില്ല, ആ അവസ്ഥയാണ്. അപ്പം 3 പ്രാവശ്യം 10 കോടി കടന്ന മലയാള സിനിമ. അപ്പം ഇതാർക്കെങ്കിലും തകർക്കാൻ പറ്റുമോ? ഇനി ഒരു ലാലേട്ടൻ പുതിയ ചിത്രവുമായി വരേണ്ടി വരും അല്ലേ? ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, കേരളത്തിൽ നിന്ന് എമ്പുരാൻ 50 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 50 കോടി ഇത്ര വേഗത്തിൽ കടക്കുമോ എന്നുള്ളതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകളെല്ലാം മാറ്റി വെച്ചേക്കൂ. എമ്പുരാൻ കാണിക്കുന്ന ഓരോ മാജിക്കുകൾ എന്ന് പറയാം, ലാലേട്ടൻ്റെ ഓരോ മാജിക്കുകൾ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാത്ത പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ 100 കോടി നേടുക എന്ന് പറയാൻ നമ്മൾ ചിന്തിച്ചില്ല. അതുപോലെ ഇത്രയും ദിവസം കൊണ്ട് 200 കോടിയൊക്കെ കടക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചില്ല. കേരളത്തിൽ നിന്ന് 3-4 ദിവസം കൊണ്ട് തന്നെ 50 കോടി കടക്കുമെന്ന് നമ്മൾ ചിന്തിച്ചില്ല. നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സ്വപ്നം കാണാൻ പഠിക്കാം, എമ്പുരാനിലൂടെ സാധിച്ചാലോ. അപ്പോൾ ആദ്യത്തെ 500 കോടി നമ്മൾ സ്വപ്നം കാണുകയാണ്. അത് എമ്പുരാനിലൂടെ സാധിക്കും എന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതുപോലെ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു 100 കോടി, ഒരു മലയാള സിനിമ 100 കോടി നേടുന്ന ഒരു ചിത്രമായിട്ട് എമ്പുരാൻ മാറട്ടെ. പലരും അന്നേരം വിചാരിക്കും 100 കോടിയൊക്കെ നേടിയിട്ടില്ലേ? ഇല്ല. മലയാളത്തിൽ നിന്ന് നമ്മുടെ ചെറിയ ഇട്ടാവട്ടത്ത് കിടക്കുന്ന മലയാളം, അതുപോലെ 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. അതിലെ ചെറിയ ശതമാനം ആൾക്കാരാണ് സിനിമ കാണുന്നത്. പലരും TV സിനിമ കാണാൻ വേണ്ടിയാണ് താല്പര്യമുള്ളത്.
ഇപ്പോൾ OTT ഒക്കെ വന്നപ്പോൾ അതിലൊക്കെ ആയിട്ട് മാറും. പിന്നെ തിയേറ്ററിൽ പോയി തള്ളുക, മേടിക്കാൻ കാശില്ലാത്ത അവസ്ഥയിലുള്ളവരൊക്കെ ഉണ്ട്. ടിക്കറ്റ് എങ്ങനെയെങ്കിലും എടുക്കാം, പോപ്കോൺ തിന്നണ്ടായോ കുട്ടികൾ. പക്ഷെ ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് ഒരു വിഭാഗം ആൾക്കാർ പോകുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണല്ലോ ഈ കുറച്ച് നാളായിട്ട് കാണുന്നത്. അപ്പം ആ പ്രതിഫലനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എമ്പുരാൻ അടുത്ത് തന്നെ നാളെ തന്നെ എനിക്ക് തോന്നുന്നു 250 കോടി കടക്കാനുള്ള സാധ്യതയാണ്. നമ്മൾ ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ബുധനാഴ്ചയോട് എമ്പുരാൻ ഒരുപക്ഷെ 250 കോടി കടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് സ്ഥിരം പോകുന്നത്. അപ്പം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ 10 കോടി ഇന്നലെ നേടിയ 10 കോടി 57 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇത് ഔദ്യോഗിക കണക്കുകളല്ല. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 10 കോടി 57 ലക്ഷം രൂപ ഇന്നലെ കിട്ടി എന്നുള്ളതാണ്. കാര്യം ബുക്കിംഗ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും. അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാനൊരു 7:30 മണി 8 മണിയൊക്കെ ആയപ്പം ബുക്ക് മൈ ഷോ നോക്കി കൃത്യമായിട്ട് എത്ര ടിക്കറ്റ് പോകണമെന്ന് അറിയണമല്ലോ. നോക്കിയപ്പോൾ ഏകദേശം 4000-ന് മുകളിൽ ടിക്കറ്റ് രാവിലെ തന്നെ പോകുന്നു. അത്ഭുതപ്പെട്ടു പോയി. കാരണം അതിരാവിലെ ആരാണ് ബുക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള അത്ഭുതമായിരുന്നു. അതുമല്ല ഇന്ന് വർക്കിംഗ് ഡേ ആണ്. പക്ഷേ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. അപ്പം ഉച്ചയൊക്കെ കഴിയുമ്പോൾ ഇതൊരു 15000 റേഞ്ചിലൊക്കെ പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പം വർക്കിംഗ് ഡേയിലൊക്കെ ഇങ്ങനെ ടിക്കറ്റ് വിൽക്കുകയാണെങ്കിൽ ഈ ചിത്രം ഒരു വേറെ ലെവൽ തന്നെയാണ്. അതുപോലെ വൈകുന്നേരം കളക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. ആദ്യമേ രാവിലെ എല്ലാവരും ജോലിക്ക് പോയതിന് ശേഷം വൈകുന്നേരം വന്നിട്ട് എല്ലാവരും കൂടെ ഫാമിലികൾ കൂടുതലായിട്ട് കയറി തുടങ്ങി എന്ന് തിയേറ്റർ ഉടമകൾ തന്നെ പറയുന്നുണ്ട്. ആ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. പിന്നെ വിവാദങ്ങൾ എപ്പോഴും ഏത് ചിത്രം എമ്പുരാനെ സംബന്ധിച്ച് വിവാദങ്ങൾ എപ്പോഴും ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ഈ ചിത്രം റിലീഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങളാണ്. അതെല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ എമ്പുരാന് ഗുണമായി വന്നേക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഈ വിവാദങ്ങൾ ഈ ചിത്രം ഇറങ്ങി ഇത്രയും ദിവസം മാധ്യമങ്ങൾക്കൊന്നും ഒരു വാർത്തയില്ല. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എമ്പുരാൻ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്നു. പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്ന് വേണ്ട എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എമ്പുരാൻ കാണാൻ പോകുന്നു. അതാണ് എമ്പുരാൻ്റെ പവർ. അത് മനസ്സിലാക്കുക. പക്ഷെ വിവാദങ്ങളില്ലെങ്കിൽ വളരെ സൈലൻ്റായിട്ട് 1-2 ദിവസത്തെ കാര്യങ്ങൾ പറയും, അതങ്ങ് നിർത്തും. പക്ഷെ വിവാദങ്ങൾ കൂടപ്പിറപ്പാവുന്നു, രാഷ്ട്രീയ വാർത്തകളിൽ നിറയുന്നു, പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസകരമായ സംഗതി. അപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ ആളിലേക്ക് ഈ ചിത്രം എത്തുന്നു. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വർക്കിംഗ് ഡേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഈ 5,73 ലക്ഷം രൂപ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഇന്നലെ വൈകുന്നേരം തന്നെ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു 8 കോടി 7.5-8 കോടി റേഞ്ചിലേക്ക് ഈ ചിത്രം മാറുമെന്ന് ഉറപ്പാണ്. അപ്പം ഏകദേശം ചിത്രം ഇറങ്ങി വെള്ളിയാഴ്ച കിട്ടിയ കളക്ഷനിലേക്ക് തന്നെ ഇത് എത്തുന്നു. അപ്പോൾ ഇതിന് യാതൊരു മാറ്റമില്ല. ഇത് ഈ ട്രെൻഡായിട്ട് തന്നെ തുടരും. അപ്പം 300 കോടി രൂപ എന്നുള്ളത് ഈ ആഴ്ച തന്നെ തകർക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ നമ്മൾ 500 കോടിയിലേക്ക് പോകും അല്ലേ? 500 കഴിഞ്ഞാൽ നമ്മൾ 1000. സ്വപ്നങ്ങൾ എത്ര വേണമെങ്കിലും കാണാം. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മൾ കാണുന്ന സ്വപ്നം മലയാള സിനിമയുടെ ചരിത്രം മാറ്റിയിരുന്ന സ്വപ്നമാണ്, ആർക്കും എതിരല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ഒരു നല്ല ദിവസമായിരിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്തും വരെ ഓക്കെ, ബൈ.